ഹലോ ഓൾ. അപ്പോൾ GK ബ്ലൂമിൻ്റെ ആകാശ കാഴ്ചകളുടെ വീഡിയോയിലോട്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മൾ ലാസ്റ്റ് വീഡിയോ ചെയ്ത് നിർത്തിയത് ഈ കാണുന്ന ഭാഗത്താണ്. നമ്മുടെ തൃപ്രയാർ ഇത്തിരി നീളം കൂടിയ ഒരു ഫ്ലൈ ഓവറാണ്. അതിൻ്റെ ഇടയിൽ കൂടി ഒരു അണ്ടർ പാസിങ് ഉണ്ട് കേട്ടോ. നമ്മുടെ തൃപ്രയാർ അമ്പലത്തിലോട്ടും അതേപോലെ തന്നെ തൃശ്ശൂരിലോട്ടൊക്കെ നമുക്ക് ഈ ഒരു ഭാഗത്ത് കൂടി പോകാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ആ ബൈപ്പാസ് ജംഗ്ഷനാണ് നമ്മൾ ഈ കാണുന്നത് കേട്ടോ. ബൈപ്പാസ് റോഡിലൂടെയാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത്. അപ്പോൾ റൈറ്റ് സൈഡിലായിട്ട് അമ്പലത്തിലോട്ട് പോകുന്ന ആ ഒരു വഴിയാണ് നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ. നമ്മുടെ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഈ ഒരു സെക്ഷനൊക്കെ ഒരു 360 ആംഗിളിൽ തിരിച്ച് കാണിച്ചിരുന്നു. അതേപോലെ ലെഫ്റ്റ് സൈഡിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് ഈ വരുന്ന വഴിയാണ് നമ്മുടെ പഴയ നാഷണൽ ഹൈവേ എന്നുള്ള വഴിയായിട്ട് കാണുന്നത്. കുറച്ചും കൂടി ലെഫ്റ്റ് മാറി നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ വൈമാളിൻ്റെ യൂസഫ് ബായുടെ മാളിൻ്റെ ഒരു ദൃശ്യം നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി നമ്മൾ ഈ ഒരു ലൊക്കേഷനിൽ നിന്ന് നമ്മുടെ നാഷണൽ ഹൈവേയിലേക്ക് ഏകദേശം ഒരു 250 മീറ്റർ മാത്രം വ്യത്യാസമുള്ളൂ കേട്ടോ. അപ്പോൾ ഈ അണ്ടർ പാസിലോട്ട് മുട്ടാനായിട്ട് കൽപ്പൊടി അടിച്ച് സൈഡ് വാളുകളൊക്കെ പൊക്കുന്നുണ്ട്. ലെഫ്റ്റ് സൈഡിൽ സർവീസ് റോഡിൻ്റെ വർക്ക് പൂർണ്ണമായി കഴിഞ്ഞ നിലയിലാണ്. റൈറ്റ് സൈഡിൽ ഭാഗികമായിട്ട് മാത്രം വർക്ക് കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അത് അവിടെ ആയിട്ടൊരു വലിയ ഹിറ്റാച്ചി ഉണ്ട്. അപ്പോൾ വലിയ വണ്ടിയിൽ കൽപ്പൊടി കൊണ്ടുവന്ന് ഫില്ല് ചെയ്യാനുള്ള വർക്കും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതേ നമ്മുടെ അണ്ടർ പാസ് ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ വരാം കേട്ടോ. ഈ ഒരു ലെഫ്റ്റിലോട്ട് നമ്മുടെ ഡ്രോൺ പോകുന്നുണ്ട് കേട്ടോ. കാരണം വെച്ചാൽ പടിഞ്ഞാട്ടാണ് കാറ്റ് വീശുന്നത്, കിഴക്കുന്ന പടിഞ്ഞാട്ടാണ് ഈ ഒരു സമയത്ത് കാറ്റ് വീശുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ലെഫ്റ്റ് സൈഡിലോട്ട് ഒരു ചെരിവുണ്ട്. നമ്മുടെ ലാലേട്ടനെ പോലെ തന്നെ ഒരു സൈഡിലോട്ട് ചെരിഞ്ഞാണ് നമ്മുടെ ഡ്രോൺ പോകുന്നത് കേട്ടോ. റൈറ്റ് സൈഡിലായിട്ട് നമ്മുടെ ബാഡ്മിൻ്റൻ്റെ സ്റ്റേഡിയമാണ്, തൃപ്രയാർ ബാഡ്മിൻ്റൺ സ്റ്റേഡിയമാണ് റൈറ്റ് സൈഡിലായിട്ട് നിങ്ങൾ കാണുന്നത് കേട്ടോ. ഞാനും ഇത് കേട്ടിട്ടുള്ളൂ കേട്ടോ. ആദ്യമായിട്ടാണ് ഞാൻ ഈ ഒരു വഴി വരുന്നത്. അപ്പോൾ ഈ ഒരു ഇത് കണ്ടപ്പോൾ ഞാൻ ആദ്യം വെച്ചത് ഓഡിറ്റോറിയം എന്നാണ്, പക്ഷേ ഇത് ബാഡ്മിൻ്റൺ സ്റ്റേഡിയം കേട്ടോ. ഇനി നമ്മളിവിടെ നിന്ന് കുറച്ചും കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ചെന്ന് കയറുന്നത് നമ്മുടെ പഴയ ഹൈവേയുമായി ടച്ചായിട്ടാണ് പിന്നെ മുന്നോട്ട് പോകുന്നത് കേട്ടോ. എൻ്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ ഈ കാണുന്ന ചെറിയ പോക്കറ്റ് വഴി കൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് തൃപ്രയാർ ആ ബസ് സ്റ്റാൻഡിൻ്റെ പരിസരത്തേക്ക് എത്താൻ പറ്റുന്നതാണ് ഒരു തോന്നൽ കേട്ടോ. നമ്മുടെ ഈ ഒരു ഭാഗത്തെ വർക്കുകളൊക്കെ തന്നെ നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റുന്നതാണ്. ഏകദേശം ഫിനിഷ്ഡാണ്. പക്ഷേ നമ്മുടെ റോഡ് തുറന്ന് കൊടുത്തിട്ടില്ല, കാരണം അണ്ടർ പാസ് ഒന്നും മുട്ടിയിട്ടില്ലല്ലോ. അങ്ങനെ ലെഫ്റ്റിലോട്ട് നോക്കിയാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് നമ്മുടെ പഴയ നാഷണൽ ഹൈവേ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടൊരു 2-3 ബസ്സുകൾ നിർത്തിയിട്ടുണ്ട് കേട്ടോ. നല്ല കാറ്റുണ്ട് കേട്ടോ. ഡ്രോണ് ലെഫ്റ്റിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? ലെഫ്റ്റിലോട്ട് ഇങ്ങനെ കയറി പോവേണ്ട. ഇത് പെട്ടെന്നൊരു ചുഴലി വന്നിട്ടുണ്ട. ഭാഗ്യം എന്തോ പറയാനുണ്ട്. എൻ്റെ ഡ്രോണ് മരത്തിൽ തങ്ങിയില്ല. ഇതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം കേട്ടോ. കഷ്ടിച്ചാണ് ഇത് ഇവിടെ ഞാൻ റിട്ടേൺ വലിക്കുന്നത് കേട്ടോ. അപ്പം ചില സമയത്ത് ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ ഒരു കാറ്റുണ്ട്. നമ്മുടെ ലൈറ്റ് വെയ്റ്റ് ഡ്രോണുകളൊക്കെ പറത്തുന്ന സമയത്ത് ഇങ്ങനൊരു പ്രശ്നമുണ്ട് കേട്ടോ. ചെറിയ വിൻഡ് വാണിംഗ് കാണിക്കുമെന്നെങ്കിലും ചില സമയങ്ങളിൽ ഹൈലി ആയിട്ടുള്ള വിൻഡിൻ്റെ പ്രശ്നം വരുമ്പോൾ ഡ്രോൺ ഇങ്ങനെ ഓട്ടോമാറ്റിക്കലി വലിഞ്ഞു പോകും കേട്ടോ. റൈറ്റ് സൈഡിലായിട്ടൊരു സിനിമ തിയേറ്റർ ഉണ്ട് കേട്ടോ. JK സിനിമാസ് എല്ലാവരും അറിയണ ഒരു തിയേറ്ററാണല്ലോ. അപ്പോൾ ഇപ്പോൾ ഈ ഒരു തൃപ്രയാർ ചില ഭാഗങ്ങളായിട്ട് വേറെ 1-2 തിയേറ്റർ കൂടെ പുതിയതൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പഴയ നാഷണൽ ഹൈവേ ആയിട്ട് നമ്മുടെ ബൈപ്പാസ് സംയോജിക്കുകയാണ്. റൈറ്റ് സൈഡിലായിട്ട് SN നാട്ടിക ഹാള് നിങ്ങൾക്ക് കാണാനായിട്ട്, കല്യാണ ഓഡിറ്റോറിയം കാണാനായിട്ട് സാധിക്കുന്നതാണ്. തിരിഞ്ഞു നോക്കിയാൽ നമ്മുടെ നേരെയുള്ള ബൈപ്പാസും വളഞ്ഞു തിരിഞ്ഞ് വരുന്ന നമ്മുടെ പഴയ നാഷണൽ ഹൈവേ ഒക്കെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്തെ ഒരു വിഷ്വലാണ് നിങ്ങളിപ്പോൾ കാണുന്നത് കേട്ടോ. ഈ ഒരു ഭാഗത്തിന് തൃപ്രയാർ നാട്ടിക എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. നാട്ടികയുടെ ഒരു ഭാഗം കൊണ്ട് ഈ കാണുന്നതൊക്കെ തൃപ്രയാർ കഴിഞ്ഞു. നമ്മളിങ്ങനെ നാട്ടിക ഭാഗത്ത് കൂടെയാണ് പോകുന്നത്. എക്സാക്റ്റ് സ്റ്റോപ്പ് ഏതാണെന്ന് എനിക്കറിയില്ല. വണ്ടി ഇവിടെ ആയിട്ട് നിർത്തുന്നുണ്ട് ബസ്. അപ്പോൾ ഇതായിരിക്കണം നാട്ടിക പഴയ ബസ് സ്റ്റോപ്പും കാര്യങ്ങളൊക്കെ കേട്ടോ. അങ്ങനെ നമ്മളിത് നാട്ടിക ഭാഗത്ത് കൂടിയാണ് അപ്പോൾ നമ്മളിങ്ങനെ പോകുന്നത്. ഇനി എനിക്ക് കുറച്ചും കൂടെ പോപ്പുലറായിട്ട് അറിയാവുന്നൊരു സ്ഥലം എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലൊരു കല്യാണ ഓഡിറ്റോറിയം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിപ്പോൾ നിലവിൽ മണപ്പുറത്തിൻ്റെ വലിയൊരു ഓഫീസായി മാറിയിട്ടുണ്ട് കേട്ടോ. ലെഫ്റ്റ് സൈഡിലോട്ട് നോക്കിയാൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് മണപ്പുറത്തിൻ്റെ വലിയൊരു ഓഫീസ് ശൃംഖല തന്നെ ഇവിടെ ഉണ്ട് കേട്ടോ, ഒരു 3 നിലയിൽ. ഇത് കഴിഞ്ഞ് കുറച്ചും കൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു എംസാൻഡിൻ്റെ കൂറിയൊക്കെ ഉണ്ട്. റൈറ്റ് സൈഡിലായിട്ട് ഭാരതിൻ്റെ പെട്രോൾ പമ്പ് ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ റോഡിൻ്റെ നടുക്ക് സൈഡ് വാളിൻ്റെ ആയ ഭാഗങ്ങളൊക്കെ, കോൺക്രീറ്റിൻ്റെ ഭാഗങ്ങളൊക്കെ വാർത്തിട്ടതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഇനിയൊരു ഭാഗത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതെന്ന് പറഞ്ഞാൽ യൂസഫ് ബായുടെ ഒരു സാമ്രാജ്യം എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ.
ലെഫ്റ്റ് സൈഡിലായിട്ട് ഈ ഒരു സ്ക്വയറിലുള്ള പ്ലോട്ട് അദ്ദേഹത്തിൻ്റെ തന്നെ ആയിരിക്കണം. കാരണം വെച്ചാൽ കോട്ടമിലിൻ്റെ അതേ പോലത്തെ ഒരു പെയിൻറ്റിങ്ങിലും ഡിസൈനിലാണ് ആ ഒരു മതിലും കെട്ടിയിട്ടുള്ളത്. ഈ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു കോളം ഉണ്ട്. അതേപോലെ അവിടെ അടുത്തായിട്ട് ഒരു അമ്പലത്തിൻ്റെ മാതൃകയിൽ ഒരു ബിൽഡിംഗ് ഉണ്ട് കേട്ടോ. അപ്പോൾ അത് അമ്പലമാണോ ഇനി ഇരിക്കാനുള്ളൊരു സെറ്റപ്പാണോ എന്നറിയില്ല. അപ്പോൾ ഈ അടുത്താണ് അതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ പൂർണ്ണമായി കഴിഞ്ഞത് കേട്ടോ. അപ്പോൾ കാറ്റുള്ളതുകൊണ്ട് തന്നെ ലെഫ്റ്റിലോട്ട് വീണ്ടും നമ്മുടെ ഡ്രോൺ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതേ കോട്ടമിലിൻ്റെ ഭാഗം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഏകദേശം എനിക്ക് തോന്നുന്നു 700 മീറ്ററോളം, 1 കിലോമീറ്റർ പറയാം, ഒരു 700 മീറ്ററോളം ഏകദേശം നീളത്തിലാണ് യൂസഫ് ഭായുടെ ഈ ഒരു വെയർ ഹൗസ് ഇങ്ങനെ നീണ്ടു കിടക്കുന്നത് കേട്ടോ. അപ്പോൾ അതേ ഈ ഒരു ഭാഗത്തായിട്ട് കൽപ്പൊടിയൊക്കെ അടിച്ചിട്ട് എന്തോ വർക്കിൻ്റെ ഭാഗമായിട്ടാണ് തോന്നുന്നു കൽപ്പൊടിയൊക്കെ അടിച്ചിട്ടുണ്ട് യൂസഫ് ഭായുടെ കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ കേട്ടോ. അതേപോലെ ഈ ഒരു ഭാഗത്ത് വർക്ക് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഈ ഒരു അലൈൻമെൻറ്റിന് വേണ്ടി ഈ ഒരു സ്ഥലവും സർക്കാർ ഏറ്റെടുക്കുകയുണ്ടായിരുന്നു. അപ്പോൾ വളരെ പെട്ടെന്നാണ് ഈ മതിൽ ബാക്കോട്ട് ഇറക്കി അതിലും സ്പീഡിൽ തന്നെ ഈ മതിൽ പണിത് പഴയ പ്രൗഢിയിൽ തന്നെ നിലനിർത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനെ കോട്ടമില്ല് എന്ന് പറയാനാണ് ഈ ഒരു ഭാഗത്ത് അറിയപ്പെടുന്നത് കേട്ടോ. യൂസഫ് ഭായുടെ ഗൾഫിലോട്ടൊക്കെയുള്ള സ്റ്റാഫ് റിക്രൂട്ട്മെൻറ്റിലൊക്കെ ഈ ഒരു ഭാഗത്താണ് മുൻപ് നമ്മുടെ കുട്ടികൾ, നമ്മുടെ പ്രായ ആൾക്കാരൊക്കെ വന്ന് നിന്നിരുന്നതായിട്ട് ജോലിക്കാർ. ഞാനും വന്ന് നിന്നിട്ടുണ്ട്. ഏകദേശം 2 വർഷത്തോളം ഖത്തറിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൽ വർക്കും ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗത്ത് പണ്ടൊക്കെ അദ്ദേഹം ഹെലികോപ്റ്ററിൽ കാണാനായിട്ട് ഒരുപാട് പേരൊക്കെ വന്ന് നിൽക്കുമായിരുന്നു കേട്ടോ. ഞാനും വന്ന് നിന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കോട്ടമില്ല് കഴിയുന്നതോടുകൂടി വീണ്ടും ഒരു പ്ലോട്ടും കൂടെ അദ്ദേഹത്തിൻ്റെ കേട്ടോ. ആ ഒരു ഭാഗത്താണ് നമ്മുടെ ഹെലിപാഡിൻ്റെ ഒരു മാർക്കിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗത്ത് റോഡിന് ഹൈറ്റ് കൂട്ടുന്നുണ്ടെന്ന് തോന്നുന്നു. റൈറ്റ് സൈഡിലായിട്ട് കൽപ്പൊടി അടിച്ച് കൂട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ നോക്കി ഇവിടെ ആയിട്ടൊരു കിറ്റാച്ചി ഉണ്ട്. അതേപോലെ തന്നെ ഒരു ടോറസും കിടക്കുന്നുണ്ട്. അതേ ലെഫ്റ്റിലായിട്ട് ഞാൻ പറഞ്ഞില്ലേ റൗണ്ടിൽ മറ്റേ ടാറിട്ടിട്ട് അടിച്ചിട്ടൊരു ഹെലിപാഡ് കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് അദ്ദേഹം വന്നിറങ്ങുന്ന ആ ഒരു സ്ഥലം എന്ന് തോന്നുന്നു. അപ്പോൾ മുൻപ് ഇവിടെ ആയിരുന്നു, ഇപ്പം നിലവിൽ ഈ ഭാഗത്ത് വരുന്നുണ്ടെന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു കൽപ്പൊടി കുമ്പാരമൊക്കെ കഴിഞ്ഞ് കോട്ടമില്ലിൻ്റെ ആ ഒരു എൻഡിങ്ങിൽ കൂടി ലെഫ്റ്റിലോട്ടൊരു വഴി പോകുന്നുണ്ട്. അതിനെ 12-ാം കല്ല് എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു ലെഫ്റ്റിലോട്ടുള്ള വഴി കൂടെ പോയി കഴിഞ്ഞാൽ യൂസഫ് ഭായുടെ വീടും അതേപോലെ അദ്ദേഹത്തിൻ്റെ റിലേറ്റീവ്സിൻ്റെ വീടൊക്കെ ആ ഒരു ഭാഗത്തുണ്ട്. നല്ല ഉയരത്തിൽ മതിലൊക്കെ കെട്ടി ആ ഒരു ടിപ്പർ പോകുന്ന വഴിയിലൂടെ കേട്ടോ അദ്ദേഹത്തിൻ്റെ ആ ഒരു വീടിൻ്റെ വഴിയിലോട്ട് പോകുന്നത്. അപ്പം ഈ ഒരു 12-ാം കല്ല് എന്ന് പറഞ്ഞ വഴിയും നമ്മൾ പിന്നിട്ടിട്ടാ മുന്നോട്ട് പോവുകയാണ്. അപ്പം ഇനി നമുക്ക് ഇവിടെ ആയിട്ട് സ്പെഷ്യലായിട്ടെന്ന് പറഞ്ഞാൽ റൈറ്റ് സൈഡിൽ ഒരു ഹനുമാൻ ക്ഷേത്രം ഉണ്ട് കേട്ടോ. അത്യാവശ്യം പോപ്പുലറായിട്ടുള്ള ഒരു ഹനുമാൻ ക്ഷേത്രമുണ്ട്. വളരെ ദൂരത്തു നിന്നൊക്കെ വരുന്ന വണ്ടികളൊക്കെ ഈ ഒരു ഭാഗത്ത് നിർത്തിയിട്ട് എന്താ പറയുക ഭഗവാനി കാണിക്കിട്ട് പോകുന്ന ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ റോഡ് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ ഭാഗികമായിട്ട് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്, പൂർണ്ണമായി വർക്കുകളൊന്നും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് കലങ്ക് നിർമ്മാണം ആണ് നടക്കുന്നത് കേട്ടോ. അപ്പോൾ 12-ാം കല്ല് കഴിഞ്ഞാൽ അടുത്തൊരു സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ കൊപ്രക്കുളം ഉണ്ടാകും. അപ്പം ഈ ഒരു ഭാഗത്ത് 2 സൈഡിലായിട്ടും നിർമ്മാണം നടക്കേണ്ട ഒരു കലങ്കാണെന്ന് തോന്നുന്നു കേട്ടോ. ഫുൾ റോഡിന് ക്രോസായിട്ട് പോകുന്ന വലിയൊരു കലങ്കാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു ഭാഗമായിരിക്കണം കൊപ്രക്കുളം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇനി ഇവിടെ നിന്ന് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മളെത്തുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ തളിക്കുളമാണ്. തളിക്കുളം എല്ലാവരും അറിയുന്നൊരു സ്ഥലമാണ്. നമ്മുടെ സ്നേഹതീരം ബീച്ചിലോട്ടൊക്കെ പോകാനായിട്ട് ആ ഒരു വഴിയിലൂടെയാണ് നമ്മൾ പോകാറുള്ളത് അല്ലേ. അപ്പോൾ സ്നേഹതീരം ബീച്ചിൽ വന്നവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഈ വീഡിയോ കാണുന്നവർ ജസ്റ്റ് കമൻറ്റ് ചെയ്യണം. അതേപോലെ ഈ പോകുന്ന വഴിയിൽ ഉള്ളവർ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഈ ഒരു വഴിയിൽ പോകുമ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഈ ഒരു ഭാഗത്തൊക്കെ നിങ്ങളുടെ വീടുണ്ടായിട്ടുണ്ടെങ്കിൽ, പൊളിച്ച് പോയിട്ടുണ്ടെങ്കിൽ, റൈറ്റിലോ ലെഫ്റ്റിലോ ഒക്കെ നിങ്ങളുടെ വീടുണ്ടായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യട്ടെ. ഈ ഒരു വഴിയിലൊക്കെ അതിമനോഹരമായ വീടുകളുണ്ടോ ലെഫ്റ്റിലോട്ടൊക്കെ നോക്കിയാൽ കാണാനായിട്ട് സാധിക്കുന്നതാണ്. വളരെ ഭംഗിയുള്ള വൃത്തിയുള്ള പെയിൻ്റൊക്കെ അടിച്ച് നല്ല ഭംഗിയുള്ള കോമ്പൗണ്ടുകളൊക്കെ ഉള്ള വീടുകളൊക്കെയാണ് ഈ ഒരു ഭാഗത്തുള്ളത്. മക്കളെ റോഡിൻ്റെ ഭംഗി വീണ്ടും കൂടി എന്ന് പറയാട്ടോ. അപ്പോൾ ഈ റൈറ്റ് സൈഡിലായിട്ട് ഒരു ബാറൊക്കെ ഉണ്ട് കേട്ടോ, കുറച്ചുള്ളിലോട്ടായിട്ടാണ്. അപ്പോൾ അവിടെ ഒരു എൻട്രൻസ് ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മുടെ റോഡ് ഇങ്ങനെ പോവേണ്ട. അപ്പോൾ നോക്കിയാൽ നടുക്കായിട്ട് നമ്മുടെ റോഡിൻ്റെ സൈഡ് വാളിൻ്റെ തോന്നുന്നു, അല്ലെങ്കിൽ ഡിവൈഡറിൻ്റെ തോന്നുന്നു, വാർത്തിങ്ങനെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ വെച്ചേക്കേണ്ട. അപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ നമ്മുടെ വർക്ക് ശരിക്കും കഴിഞ്ഞു എന്ന് പറയാട്ടോ അല്ലേ. വളരെ സ്പീഡാണ് ഈ ഒരു ഭാഗത്തൊക്കെ. അതുപോലെ തന്നെ വണ്ടികളൊക്കെ നമ്മുടെ കൊടുങ്ങല്ലൂരിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് എത്തിക്കഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ല രീതിയിൽ ബസ്സുകൾക്കായാലും ചെറിയ വണ്ടികൾക്കായാലും ഒക്കെ പോകാനായിട്ട് സാധിക്കുന്നുണ്ട്. നിലവിൽ ഈ റോഡ് വരുന്നതോടുകൂടി ഒരുപാട് പേരുടെ തണ്ടൽ വേദനയൊക്കെ കുറയോട്ടെ. കാരണം വെച്ചാൽ നമ്മുടെ ഈ 2 വീലറിനൊക്കെ യാത്ര ചെയ്യുന്നവർക്ക് അറിയാം, കൂടുതലും ഡിസ്കിന് പ്രശ്നങ്ങൾ വരുന്നത് 2 വീലർ യാത്രയിലൂടെ ഉണ്ടാകും. നമ്മുടെ ഈ
കുടുങ്ങിയ റോഡും അതേപോലെ ഇങ്ങനെ ചെറിയ പാച്ച് വർക്കുകളൊക്കെ ചെയ്ത റോഡിലൂടെ പോകുമ്പോഴാണ് നമുക്ക് ഡിസ്കിനൊക്കെ കൂടുതൽ അടി കിട്ടുന്ന ഒരു അവസ്ഥയിലോട്ട് എത്തുന്നത് കേട്ടോ. നേരത്തെ ഞാൻ പറഞ്ഞതാണോ ഇതാണോ കൊപ്രക്കളം സെൻറ്റർ എന്ന് കറക്റ്റ് ഇപ്പോൾ ഒരു ഡൗട്ട് വന്നിട്ടാണ്. അപ്പോൾ കറക്റ്റ് എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും ജസ്റ്റ് അതൊന്ന് കമൻറ്റ് ചെയ്യാട്ടാ ഈ ഒരു റൂട്ട് അറിയുന്നവർ. അങ്ങനെ നമ്മുടെ ഏകദേശം ഞാൻ റൂട്ടൊക്കെ എക്സാക്റ്റ് മനസ്സിലാക്കി വെച്ചാൽ ഡ്രോൺ പറത്തുന്ന സമയത്ത് ബസ്സുകൾ വന്ന് നിർത്തുമ്പോഴാണ് എനിക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടുന്നത് കേട്ടോ. അതേപോലെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമ്മുടെ ഒരു വിഷ്ണുമായ സ്വാമിയുടെ ഒരു ക്ഷേത്രമുണ്ട് കേട്ടോ. പോകുന്ന വഴിക്ക് വളരെ മനോഹരമായി പെയിൻ്റ് അടിച്ചിട്ടുള്ള ഒരു ചെറിയ ക്ഷേത്രമാണ്, വലിയൊരു മരമൊക്കെ ആയിട്ടുള്ള. ഞാനെപ്പോഴും വരാറുള്ളൊരു വഴിയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു അമ്പലം ഇവിടെ കാണാറുണ്ട് കേട്ടോ. അതേപോലെ ഹനുമാൻ്റെ അമ്പലം, നമ്മുടെ കോട്ടമില്ല്, ഇതൊക്കെ ഒരു പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റി. നമുക്കിപ്പോൾ നമ്മുടെ നിലവിൽ നമ്മൾ ഈ റൂട്ടിലൊക്കെ വരുമ്പോൾ നമുക്ക് ഇതൊക്കെ മാത്രമേ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കി ഒരുപാട് കടകളൊക്കെ ഈ ഒരു ഭാഗത്ത് നിന്ന് പൊളിച്ചു പോയിട്ടാണ്. ഇപ്പോൾ എത്തി നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തളിക്കുളം ഉണ്ടാകും. അതെനിക്കറിയാം. തളിക്കുളത്ത് ലിമിറ്റഡ് ബസ് നിർത്തിയിട്ടുണ്ട്, ലോക്കൽ ബസ് നിർത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനത്തെ തളിക്കുളം അണ്ടർപാസിൻ്റെ ആ ഒരു ഭാഗത്തോട്ട് വരുമ്പോഴത്തേനും റോഡിൻ്റെ ഹൈറ്റ് ഇങ്ങനെ കൂട്ടി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ അണ്ടർപാസിൻ്റെ ഹൈറ്റ് ഒന്നും എത്തിയിട്ടില്ലെങ്കിൽ പോലും അണ്ടർപാസിൻ്റെ ഭാഗത്ത് നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ രണ്ട് സൈഡിലും ആ ഒരു ഭാഗത്തോട്ടുള്ള ഹൈറ്റ് കൂട്ടി വരുന്നുണ്ട്. ലെഫ്റ്റ് സൈഡിലൂടെ ഞാൻ പറഞ്ഞല്ല, നമ്മുടെ സ്നേഹതീരം ബീച്ചിലോട്ടൊക്കെ പോകുന്ന ആ ഒരു വഴിയാണത്. നമ്മുടെ തീരദേശ ഹൈവേ, നമ്മുടെ അഴീക്കോട് മുനമ്പം പാലത്തിൻ്റെ ഒരു പണി കഴിഞ്ഞാൽ ആ ഒരു ഭാഗത്ത് കൂടി കുറച്ചും കൂടെ യാത്രാസുഖമായിട്ടുള്ള നമുക്ക് യാത്ര ചെയ്യാനൊക്കെ പറ്റുന്നതാണ്. കൂടുതൽ KSRTC ആ വഴി ചാടാനുള്ള സാധ്യതയും കൂടുതലാണ് കേട്ടോ. അപ്പോൾ അഴീക്കോട് മുനമ്പം പാലത്തിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് കാണാത്തവരുണ്ടെങ്കിൽ ഈ ഒരു മുകളിൽ ഞാൻ കൊടുത്തേക്കാം, ജസ്റ്റ് ഒന്ന് കയറി കാണാം കേട്ടോ. അപ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട് നമ്മുടെ കാർത്തിക എന്ന് പറഞ്ഞൊരു ഓഡിറ്റോറിയം ഉണ്ടാകും. കഴിഞ്ഞത് സിനിമാ കോട്ടയാണ്. അപ്പോൾ അതാണ് ആ ഒരു കഴിഞ്ഞിട്ട് ഓഡിറ്റോറിയം ഉണ്ടായിരുന്നു തോന്നുന്നു. ലാസ്റ്റ് സിനിമാ തിയേറ്ററാണ്. ആ ഒരു ഭാഗത്തിന് ഒരു ഓഡിറ്റോറിയം ഉണ്ടായിരുന്നു തോന്നുന്നുണ്ട്. അപ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട് ഇതേ ഒരു അമ്പലം ഉണ്ടായിരുന്നു, വളരെ ഫേമസ് ആയിട്ടൊരു അമ്പലമാണ്. അതിൻ്റെ പേര് ഞാൻ പറഞ്ഞത്. അവിടെ അടിപൊളി ഉത്സവങ്ങളൊക്കെ കാണാറുണ്ട് ഞാൻ. അപ്പോൾ ആ ഒരു സമയത്ത് ഒരുപാട് വണ്ടികൾ ഇവിടെ വരും, ആനനെയൊക്കെ ആയിട്ട്. അപ്പോൾ അത് ഞാനിങ്ങനെ മുൻപ് ഈ ഒരു വഴി വന്നപ്പോൾ കണ്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ കാഴ്ചകൾ ഇനിയും മുന്നോട്ട് ഇങ്ങനെ പോവേണ്ട. അപ്പോൾ ഈ ഒരു വഴിയിലായിട്ടും പെൻഡിങ്ങിലാണ് വർക്കുകളൊക്കെ. കുറച്ച് സ്പീഡ് കുറവാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം കേട്ടോ. തളിക്കുളം കഴിഞ്ഞ് വരുമ്പോൾ നിങ്ങൾക്ക് കാണാം സർവീസ് റോഡിൻ്റെ വർക്കുകളൊന്നും പൂർണ്ണമായിട്ട് കഴിഞ്ഞിട്ടില്ല. സൈഡ് വാളുകൾ അടി കോൺക്രീറ്റ് ചെയ്ത് സൈഡ് വാൾ കെട്ടി വരുന്നതായിട്ടാണ് കാണാനായിട്ട് സാധിക്കുന്നത്. ഇതേ നമ്മുടെ അയനാമുള്ളേരെ വണ്ടിയാണ് പോണത്. അത് തന്നെയാണ് തോന്നുന്നു, അത് തന്നെ ആയിരിക്കണം. കാരണം കൂടുതലും ഈ സമയത്ത് ഞാൻ ഈ വീഡിയോ എടുക്കാൻ പറ്റുന്ന സമയത്ത് ഇവരുടെ വണ്ടി തന്നെയാണ് കൂടുതൽ കാണാറ്. പിന്നെ രോഹിണി കണ്ണങ്കാരുടെ വണ്ടിയാണ് കൂടുതലും ഈ ഒരു റൂട്ടിൽ. കുറേ വണ്ടികളുള്ള ടീമാണ് തോന്നുന്നത്, അതുകൊണ്ട് അവരുടെ വണ്ടികളാണ് കൂടുതൽ ഈ ഒരു ഭാഗത്ത് കാണാറുണ്ട്. റൈറ്റ് സൈഡിലായിട്ട് പ്യുവർ വെജ് റെസ്റ്റോറൻറ്റ് ഉണ്ട് കേട്ടോ. ഇനി നമ്മുടെ റൈറ്റ് സൈഡിലായിട്ട് നമ്മുടെ തളിക്കുളം സ്കൂളാണ് കേട്ടോ. തളിക്കുളം സ്കൂളിൻ്റെ ഗ്രൗണ്ടൊക്കെ റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗത്തും വർക്ക് വളരെ സ്ലോ ആയിട്ടാണ് മുന്നോട്ട് പോകുന്നതെന്ന് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാകാനായിട്ട് സാധിക്കുന്നതാണ്. നമ്മളിനി ചെന്നെത്തുന്നത് പഴയ ഹൈവേയും പുതിയ ബൈപ്പാസും കൂടി വേർപിരിച്ച് പോകുന്ന ഒരു വൈ ജംഗ്ഷൻ എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. നമുക്ക് അങ്ങനത്തെ ഒരു സ്ഥലത്താണ് എത്തുന്നത്. ഈ ഒരു ഭാഗത്തിനെയാണോ കച്ചേരിപ്പടി എന്ന് പറയുന്നറിയില്ല. എന്തായാലും തളിക്കുളം കഴിഞ്ഞാൽ അടുത്തൊരു സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ കച്ചേരിപ്പടിയാണ് കേട്ടോ. ഇനി നമ്മൾ പോകാൻ പോകുന്നത് നാഷണൽ ഹൈവേയിലൂടെ അല്ല, ബൈപ്പാസിലൂടെയാണ്. അപ്പം നമുക്ക് എക്സാക്റ്റ് ഒരു സ്റ്റോപ്പിൻ്റെ പോയിൻ്റ് ഒന്നും കറക്റ്റ് തിരിച്ചറിയാൻ സാധിക്കാത്തൊരവസ്ഥയിലാണ്. അപ്പോൾ അതേ അണ്ടർപാസിൻ്റെ ആ ഒരു ഭാഗത്തോട്ട് സൈഡ് വാൾ കെട്ടി വരുന്നുണ്ട്. മണ്ണടിച്ച് ഫില്ല് ചെയ്തിട്ടൊന്നുമില്ല. സർവീസ് റോഡിൻ്റെ വർക്ക് ഈ ഒരു ഭാഗത്ത് ഏകദേശം 50 മീറ്ററോളം മാത്രം കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ. കലങ്ക് പണി ഭാഗികമായി കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. എന്തായാലും വർക്ക് ഈ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. വർക്ക് സ്പീഡാണെന്ന് പറയാം. ഒരുപാട് വണ്ടികളും പണിക്കാരും അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. കമ്പി പണി, സൈഡ് വാൾ കിട്ടുന്ന പണി, അങ്ങനെ എല്ലാ പണികളുടെ മിക്സ് ആയിട്ടാണ് ഇവിടെ പോകുന്നത് കേട്ടോ. നമ്മുടെ ആ ഒരു ഭാഗത്ത് കൂടി നമുക്ക് മുന്നോട്ട് പോകാം. ഇനി ഇവിടെ നിന്ന് പോകുമ്പോൾ കച്ചേരിപ്പടി കഴിഞ്ഞാൽ പത്താങ്കല്ല് എന്ന് പറഞ്ഞൊരു സ്റ്റോപ്പാണുള്ളത്, പത്താങ്കല്ല്. അപ്പോൾ കുറച്ചും കൂടി മുന്നോട്ട് പോയിട്ട് നമുക്ക് പത്താങ്കല്ലൊക്കെ തപ്പി നോക്കാം. അപ്പോൾ അതേ ലെഫ്റ്റിൽ റൈറ്റിലായിട്ട് അടിയിൽ കൂടെ ഒരു കനാല് ക്രോസ് പോയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തൊക്കെ വെള്ളം വറ്റിച്ച് പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമ്മുടെ ബൈപ്പാസ് പൊക്കിയാണ്, സർവീസ് റോഡിനും വിട്ട് സെൻട്രൽ ലൈന് പൊക്കിയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ സൈഡ് വാൾ കെട്ടി വീണ്ടും ഈ അടിയിലോട്ട് ഇറങ്ങുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇതൊക്കെ ഒരു ഒറ്റ ഹൈറ്റിലായിരിക്കും അവിടെ പോകുന്നത് കേട്ടോ. സർവീസ് റോഡ് മാത്രമായിരിക്കാം താഴ്ത്തി കൊടുത്തിട്ടായിരിക്കാം ഈ ഒരു വഴി പോകുന്നത്. അപ്പോൾ ലെഫ്റ്റിലായിട്ടും റൈറ്റിലായിട്ടൊക്കെ അവിടെയൊക്കെ ആയിട്ട് പണി പൂർണ്ണമായി കഴിഞ്ഞിട്ടില്ല. പക്ഷെ നമുക്ക് അത്യാവശ്യം 2 വീലറും കാറിനൊക്കെ ഈ ഒരു വഴിയിലൂടെ പോകാട്ടോ.
ഈ ഒരു അവസ്ഥയിലാണെങ്കിലും ഈ ഒരു വഴിയിലൂടെ വഴി അറിയുന്നവർക്ക് കയറിപ്പോവാം. പക്ഷേ ഗൂഗിൾ മാപ്പിലും ഒന്നും ഈ ഒരു ലൊക്കേഷൻ കാണിക്കുന്നതല്ല. ആ റോഡിൻ്റെ ഒരു ഇതും നമ്മുടെ ഈ ഒരു ഭാഗത്തായിട്ട് കാണിക്കുന്നതല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു വഴി അറിയുന്നവർക്ക് ജസ്റ്റ് കയറി വന്നു കഴിഞ്ഞാൽ ഈ ഒരു വാടാനപ്പള്ളി വരെ എത്താനായിട്ട് വളരെ സുഖമുണ്ട്. അപ്പോൾ നമ്മുടെ പത്താങ്കല്ലിൽ നിന്ന് വരുന്ന വഴി ഇതാവാനാണ് ചാൻസ് എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പോൾ ഈ പത്താങ്കല്ലിൻ്റെ ഈ ഒരു ഭാഗം തുടങ്ങി വർക്ക് കുറച്ചും കൂടി മികവുണ്ടെന്ന് പറയാം. നമ്മുടെ എന്താ പറയുക, അടയ്ക്കടയ്ക്ക് വെച്ചേക്കേണ്ട സൈഡ് വാളിൻ്റെ അതെല്ലാ സൈഡ് വാളുണ്ട്. അതേപോലെ തന്നെ ഡിവൈഡറിൻ്റെ ആ ഒരു ഭാഗം കൊണ്ട് വന്നിട്ടാ കമ്പി പുറത്തോട്ട് ചാടിച്ച് വാർത്തിങ്ങനെ കുന്നുകൂട്ടിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് റോഡിൻ്റെ വർക്ക് മൊത്തത്തിൽ കഴിഞ്ഞു എന്ന് പറയാൻ പറ്റില്ല, എന്നാലും ടാറിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഡിവൈഡർ വെച്ച് സർവീസ് റോഡ് വേറെ മെയിൻ റോഡ് വേറെ അങ്ങനെ തിരിക്കേണ്ട ഒരു അവസ്ഥയിലാണുള്ളത്. അപ്പോൾ ഈ ഒരു ഭാഗമൊക്കെ അതിങ്ങനെ കൽപ്പൊടി കൂന പോലെ ഇങ്ങനെ കിടക്കേണ്ട. ആകെ ഈ ഒരു ഭാഗത്തൂടെയൊക്കെ പോകുമ്പോഴേ നമ്മൾ കാറ്റടിക്കുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ നശിച്ച് പോകും. അതുപോലെ കാറ്റടി വീശും. ആ വീശുന്ന സമയത്ത് കൽപ്പൊടിയൊക്കെ ചുഴലി പോലെ വന്നിട്ട് നമ്മളെ പൊതിഞ്ഞ് കൊണ്ട് പോകുന്നൊരവസ്ഥയുണ്ട്. അപ്പോൾ അത് ഈ ഒരു ഭാഗത്തും സർവീസ് റോഡിൻ്റെ പണികളും കഴിഞ്ഞിട്ടില്ല, അതേപോലെ ഒരു പണിയും കഴിഞ്ഞിട്ടില്ല. പക്ഷേ മെറ്റീരിയലൊക്കെ അടിച്ച് ഇങ്ങനെ കുന്നു കൂട്ടിയിട്ടുണ്ട്, സൈഡ് വാൾ കെട്ടി വരുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ ചെന്ന് എത്തുന്ന ആ ഒരു അണ്ടർപാസിനെയാണ് എടശ്ശേരി എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ എടശ്ശേരി അണ്ടർപാസിൻ്റെ ഈ ഒരു ബൈപ്പാസിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് ഏകദേശം 1.5 കിലോമീറ്റർ യാത്ര ചെയ്താലേ പഴയ നാഷണൽ ഹൈവേയിലോട്ട് എത്താനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്തെ എക്സാക്റ്റ് ആയിട്ട് പറയുന്ന പേര് എന്ന് പറഞ്ഞാൽ പുന്നച്ചോട് എന്നാണ് കേട്ടോ. എടശ്ശേരി എന്ന് പറഞ്ഞത് ഈ ഒരു ബൈപ്പാസുമായി ബന്ധപ്പെടുന്ന നിയറസ്റ്റ് ആയിട്ടുള്ള ഒരു ലൊക്കേഷനാണ് എടശ്ശേരി എന്ന് പറഞ്ഞിട്ടാ. നിയറസ്റ്റ് നാഷണൽ ഹൈവേയുടെ ഒരു ലൊക്കേഷനാണ്. അപ്പോൾ അതേ ഈ ഒരു അണ്ടർപാസിൻ്റെ വർക്കൊക്കെ ഈ അടുത്ത് കഴിഞ്ഞുള്ളതുകൊണ്ട് തന്നെ അത് നനക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു അണ്ടർപാസിൻ്റെ അവിടെ നിന്ന് ഇനി അങ്ങോട്ട് ഹൈറ്റ് കൂട്ടിയുള്ള ഒരു വർക്കാണ് വരുന്നത് കേട്ടോ. ആ ഒരു അറ്റം വരെ അത് എത്ര നീളമുണ്ടെന്ന് നമുക്കറിയില്ല. ഇവിടെ നിന്ന് ഇനി ഏകദേശം 1.5 കിലോമീറ്ററാണ് നമുക്ക് വാടാനപ്പള്ളി വരെ ഉള്ളത്. അത് റോഡ് മാർഗമാണെങ്കിൽ കുറച്ചും കൂടെ ദൂരം കൂടുതലുണ്ട് കേട്ടോ. നമ്മുടെ ഈ ഒരു ഭാഗത്ത് കാനഡ വർക്കുകളൊന്നും കഴിഞ്ഞിട്ടില്ല. ഈ ഒരു ഭാഗത്ത് കൽപ്പൊടി ഏകദേശം 12-13 മീറ്റർ ഹൈറ്റിൽ കൽപ്പൊടി അടിച്ച് ഉയർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു സ്റ്റോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതുക്കുളങ്ങര എന്ന് പറഞ്ഞൊരു സ്റ്റോപ്പ് ഉണ്ട്. പുതുക്കുളങ്ങര എന്ന് പറഞ്ഞ സ്റ്റോപ്പാണ്. എടശ്ശേരി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നാഷണൽ ഹൈവേ മാർഗം വരുമ്പോൾ പുതുക്കുളങ്ങര കഴിഞ്ഞാൽ പിന്നുള്ളൊരു സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ ചിലങ്ക എന്ന് പറഞ്ഞൊരു സ്റ്റോപ്പാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ എന്താ പറയുക, ആളുകളുടെ ഇടപാടുകളൊന്നും ഇല്ലാത്തൊരു ഏരിയയാണ്. അതേപോലെ തന്നെ റോഡുമായി ബന്ധമില്ലാത്തൊരു ഏരിയയാണ്. അതുകൊണ്ട് തന്നെ വർക്കുകൾ കുറച്ചും കൂടെ ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ് അല്ലേ. നമ്മുടെ റോട്ടിലൂടെ പഴയ നാഷണൽ ഹൈവേ ബന്ധപ്പെടുന്ന സ്ഥലത്തൊക്കെയാണ് വർക്കുകൾ കുറച്ചും കൂടെ ഫാസ്റ്റായിട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അവർക്ക് വ്യക്തമായൊരു പ്ലാനിങ് ഉണ്ടാവും. അപ്പം എൻ്റെ ഒരു തോന്നലനുസരിച്ച് ഈ ഒരു ഭാഗം ഒഴിഞ്ഞിടക്കുന്നതുകൊണ്ട് ഈ ഒരു ഭാഗത്തെ വർക്കുകളൊക്കെ കഴിഞ്ഞ് എത്രയും പെട്ടെന്നല്ലേ നമുക്ക് സർക്കാരിന് ഈ ഒരു ഭാഗമൊക്കെ നമുക്ക് ജനങ്ങൾക്കായിട്ട് അനുവദിച്ച് തരാവുന്നതാണ് അല്ലേ. അപ്പോൾ ഈ ഒരു ഭാഗം ചിലങ്കയാണോ പുതുക്കുളങ്ങരയാണോ എന്ന് എനിക്ക് അറിയില്ല. അപ്പോൾ ഈ ഒരു ഭാഗത്തെക്കുറിച്ച് അറിയുന്നവർ ജസ്റ്റ് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗത്ത് സൈഡ് വാൾ കെട്ടിയിട്ടുണ്ട്. അണ്ടർപാസിൻ്റെ ടോപ്പ് RCC സ്റ്റേജിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. കമ്പി കെട്ടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു അണ്ടർപാസിൻ്റെ അവിടെ നിന്നുള്ള ഇറക്കണി കാണുന്നു കേട്ടോ. അണ്ടർപാസിൻ്റെ ഇറങ്ങി വരുമ്പോൾ പിന്നെ ഒരു ഫ്ലാറ്റായിട്ടൊരു നമ്മുടെ ബൈപ്പാസ് റോഡ് കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഏകദേശം 200 മീറ്ററിൽ താഴെയുള്ളൂ ഈ ഒരു ബൈപ്പാസ് കേട്ടോ. ആ ഒരു ഇറങ്ങിയിട്ട് പിന്നെ വീണ്ടും ഒരു അണ്ടർപാസിലോട്ടുള്ള കയറ്റമാണ് കയറാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ ലോങ്ങിലായിട്ട് നമുക്ക് വാടാനപ്പള്ളി അണ്ടർപാസ് ഫ്ലൈ ഓവർ കാണാം കേട്ടോ. ഇത്തിരി നീളത്തിലാണ് ആ ഒരു ഫ്ലൈ ഓവർ. അതിൻ്റെ അടിയിലൂടെയാണ് വാടാനപ്പള്ളി, കണ്ടശാങ്കടവ്, കാഞ്ഞാണി അതേപോലെ തൃശ്ശൂരിലോട്ടുള്ള ആ ഒരു വഴി അനുവദിച്ചിട്ടുള്ളത് കേട്ടോ. ഇപ്പോൾ വാടാനപ്പള്ളിയിൽ നിന്ന് ഏകദേശം ഒരു കിലോമീറ്ററോളം ദൂരമുണ്ട് നമ്മുടെ ഈ ഒരു പുതിയ ബൈപ്പാസിലോട്ട് കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മുടെ കണ്ടശാങ്കടവ് പാലത്തിൻ്റെ അവിടെ നിന്ന് ഒരു 350-400 മീറ്ററോളം മാറിയിട്ടാണ് ഈ ഒരു പുതിയ ബൈപ്പാസ് വരുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ കലങ്ങിൻ്റെ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. ഭാഗികമായിട്ട് വർക്കുകൾ നടക്കുന്നത് വളരെ സ്ലോ ആണ് കേട്ടോ. പക്ഷേ ഈ ഒരു ഭാഗത്തൊക്കെ തന്നെ വളരെ കാലം മുന്നേ തന്നെ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്തതാണ്. പക്ഷേ മെറ്റീരിയലിൻ്റെ വർക്കുകളൊക്കെ ഈ ഒരു ഭാഗത്ത് വെച്ച് നടത്തിയിരിക്കുന്നത് തോന്നുന്നു കേട്ടോ. മറ്റേ സ്ലാബ് വർക്കുകളും കാര്യങ്ങളൊക്കെ അതിനുശേഷം ഇവിടെ നിന്ന് മറ്റുള്ള സ്ഥലങ്ങളിലോട്ട് മൂവ് ചെയ്ത് കൊണ്ടുപോവുകയാണ് ചെയ്തിരുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ചിലപ്പോൾ ഈ ഒരു ഭാഗമൊക്കെ അത്ര വൈകാനുള്ള കാരണം കേട്ടോ. അങ്ങനെ നമ്മുടെ വാടാനപ്പള്ളി പുതിയ ബൈപ്പാസിൻ്റെ
അണ്ടർ പാസിൻ്റെ ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണുന്നത്. ഇതേ ഫ്ലൈ ഓവറിൻ്റെ മുകളിൽ ഇതേ നമ്മുടെ പണിക്കാർ ഓടിക്കളിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ലെഫ്റ്റിൽ നിന്ന് വാടാനപ്പള്ളിയിൽ നിന്ന് വരുന്ന വഴിയും റൈറ്റിലോട്ട് കണ്ടശാങ്കടവിലോട്ട് പോകുന്ന വഴിയും കേട്ടോ നമ്മൾ കാണുന്നത്. ഇതേ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വിഷ്വൽ നമ്മൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വാടാനപ്പള്ളി അണ്ടർപാസ് മുതൽ ചേറ്റുവ പാലം വരെ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വരാം. അപ്പോൾ അതിന് മുന്നായിട്ട് നമ്മുടെ എറണാകുളം ആ ഒരു ഭാഗത്തൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും കേട്ടോ. നമ്മുടെ മുതും തുടങ്ങി പറവൂർ പാലം വരെയാണ് നമ്മൾ ലാസ്റ്റ് എറണാകുളത്തിൻ്റെ സൈഡിലുള്ളൊരു വീഡിയോ ചെയ്ത് നിർത്തിയത്. അപ്പോൾ അടുത്ത വീഡിയോ എന്ന് പറഞ്ഞാൽ പറവൂർ പാലം മുതൽ നമ്മുടെ ചെറിയപ്പള്ളി വരെയുള്ളൊരു വീഡിയോ ഉണ്ട് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ കൂട്ടത്തിൽ കൂടാം, നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ പറയാം. ഞാൻ എപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ്, നമ്മുടെ വീഡിയോയിൽ എന്തെങ്കിലും ഇനിയും പോരായ്മകളോ കൂടുതലോ ആഡ് ചെയ്യാൻ നമ്മുടെ ഉള്ള സാഹചര്യം കൊണ്ട് പറ്റുന്നതാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോ വരുന്നവരെ ഗുഡ് ബൈ.